ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ സെക്കൻഡ് ബ്ലോക്കിലെ 9th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ഇൻഡസ്ട്രി ആൻഡ് ലേബർ, വ്യവസായവും തൊഴിലാളികളും. ഇൻഡസ്ട്രി ആൻഡ് ലേബർ. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ വ്യവസായശാലകളെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും വ്യവസായങ്ങളെ ഏതൊക്കെ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ 9th യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി. വ്യവസായം എന്ന ആശയം, കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി. എന്താണ് വ്യവസായത്തെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ വ്യവസായശാലകൾ എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലാണ് വ്യവസായശാലകൾ ഇന്ത്യയിൽ ഉയർന്നു വന്നതും ഒരുപാട് എംപ്ലോയേഴ്സ്, ലേബേഴ്സ് ജോലി ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻഡസ്ട്രി എന്ന ആശയം, ഡിഫൈൻ ഇൻഡസ്ട്രി, അതാ കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. Industry may be defined as the collective large-scale manufacturing of goods in well-organized plants with a high degree of automation and specialization. അതായത് ഇവിടെ ഇൻഡസ്ട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദ കളക്റ്റീവ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് in well-organized plants with high degree of automation and specialization. അതായത് ഉയർന്ന തോതിലുള്ള, ഹൈ ഡിഗ്രി ഓഫ് എന്ന് പറയുമ്പോൾ ഉയർന്ന തോതിലുള്ള, ഇൻഡസ്ട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദ കളക്റ്റീവ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ഇൻ വെൽ ഓർഗനൈസ്ഡ് പ്ലാന്റ്സ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോമേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷനും സ്പെഷ്യലൈസേഷനുമുള്ള സംഘടിതമായ പ്ലാന്റുകളുടെ കൂട്ടായ വലിയ തോതിലുള്ള കൃത്രിമ ഉൽപാദനമായി വ്യവസായത്തെ കണക്കാക്കുന്നു എങ്കിലും ഇത് വ്യവസായത്തിൻ്റെ ഒരു പൊതു ആശയമാണ്. അപ്പോൾ ഇൻഡസ്ട്രി എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇൻഡസ്ട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദ കളക്റ്റീവ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് in well-organized plants with a high degree of automation and specialization. ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷനും സ്പെഷ്യലൈസേഷനുമുള്ള സംഘടിതമായ പ്ലാന്റുകളുടെ വലിയ തോതിലുള്ള കൃത്രിമ ഉൽപാദനം, മാനുഫാക്ചറിങ്, അതായത് വലിയ തോതിലുള്ള കൃത്രിമ ഉൽപാദനമായി വ്യവസായത്തെ നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. ഇതാണ് വ്യവസായത്തിൻ്റെ എന്തായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? പൊതു ആശയം. അപ്പോൾ വലിയ തോതിലുള്ള ഓട്ടോമേഷനും സ്പെഷ്യലൈസേഷനും അടങ്ങിയിട്ടുള്ള സംഘടിതമായ പ്ലാന്റുകളുടെ വലിയ തോതിലുള്ള കൃത്രിമ ഉൽപാദനത്തെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. Although this is a common conceptualization of industry, but it can also include other commercial activity that provide goods and services, such as agriculture, transportation, hospitality and similar other services. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വ്യവസായത്തിലൂടെ ഏതൊക്കെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കൃഷി, ഗതാഗതം, ഹോസ്പിറ്റാലിറ്റി, മറ്റ് സേവനങ്ങൾ എന്നിവ പോലുള്ള ചരക്കുകളും സേവനങ്ങളും നൽകുന്ന മുൻ വാണിജ്യ പ്രവർത്തനങ്ങൾ ഇതിൽ പെടുന്നു. കോമൺ കൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി, ഒരു പൊതുവായിട്ടുള്ള പ്രവർത്തനമാണ് എന്ത്? വ്യവസായികം. എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്? അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സിമിലർ അതർ സർവീസസ്, മറ്റ് സേവനങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വാണിജ്യ പ്രവർത്തനത്തെയാണ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ The Industrial Dispute Act
1947 defined industry as any business, trade, undertaking, manufacturing or calling of employers including any service, employment, handicraft or industrial occupation or avocation of workman. 1947 വ്യവസായിക നിയമപ്രകാരം വ്യവസായിക തർക്ക നിയമപ്രകാരം എന്നാ പറയണത് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 1947 വ്യവസായിക തർക്ക നിയമപ്രകാരം എന്താണ് ഈ ഒരു നിയമപ്രകാരം വ്യക്തമാക്കുന്നത്? വ്യവസായിക തർക്ക നിയമപ്രകാരം വ്യവസായത്തെ നിർവചിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിനെ നിർവചിക്കുക? ട്രേഡ് വ്യാപാരം, അണ്ടർടേക്കിങ്, മാനുഫാക്ചറിങ്, ക്വാളിംഗ് ഓഫ് എംപ്ലോയീസ്, സർവീസസ്, എംപ്ലോയ്മെന്റ്, ഹാൻഡിക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ ഒക്യുപ്പേഷൻ, അവോക്കേഷൻ ഓഫ് വർക്ക്മാൻ. അതേപോലെ തന്നെ പിന്നെന്താണ് മറ്റ് തൊഴിലുകളെ, അങ്ങനെ ഒരുപാട് രീതിയിൽ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ബിസിനസ്സിനെ അഥവാ വ്യവസായത്തെ തരംതിരിച്ചത് ഏതൊക്കെ രീതിയിലാണ്? ട്രേഡ്, അണ്ടർടേക്കിങ്, മാനുഫാക്ചറിങ്, ക്വാളിംഗ് ഓഫ് എംപ്ലോയീസ്, സർവീസസ്, എംപ്ലോയ്മെന്റ്, ഹാൻഡിക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ ഒക്യുപ്പേഷൻ ആൻഡ് അവോക്കേഷൻ ഓഫ് വർക്ക്മെൻ. ഈ രീതിയിലാണ് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇൻഡസ്ട്രിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു എഴുതിയ പോയിന്റ്സ് നിങ്ങൾ മസ്റ്റായിട്ട് വെക്കണം കേട്ടോ, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനൗൺസ് ചെയ്തത്. ആ അനൗൺസ് ചെയ്ത ആക്ട് പ്രകാരം വ്യവസായം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ട്രേഡ്, അണ്ടർടേക്കിങ്, മാനുഫാക്ചറിങ്, കാളിംഗ് ഓഫ് എംപ്ലോയേഴ്സ്, സർവീസസ്, എംപ്ലോയ്മെന്റ്, ഹാൻഡിക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ ഒക്യുപ്പേഷൻ, അവോക്കേഷൻ ഓഫ് വർക്ക്മെൻ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്നാണ് ഏത് ആക്ട് പ്രകാരം അനൗൺസ് ചെയ്തത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം അനൗൺസ് ചെയ്തത്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഇൻഡസ്ട്രിയെ ഏതൊക്കെ രീതിയിൽ തരം തിരിച്ചിരിക്കുന്നു? ഇൻഡസ്ട്രിയുടെ തരങ്ങൾ ഏതൊക്കെ? ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഇൻഡസ്ട്രിയുടെ തരങ്ങൾ ഏതൊക്കെ എന്നാണ്? പ്രൈമറി എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് ആണ്, അഗ്രികൾച്ചറൽ ഗുഡ്സാണ് വരിക. ശരിക്കും ഇൻഡസ്ട്രിയുടെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക: പ്രൈമറി, സെക്കൻഡറി, തേർഡ്സറി. പ്രൈമറി, സെക്കൻഡറി, തേർഡ്സറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആവും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആയിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. തേർഡറി എന്ന് പറഞ്ഞാൽ സർവീസസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി അത് കൂടാതെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കൊയിനറി, ഹ്യൂമൻ സർവീസും വരും. ക്വാട്ടേറ്റർനറി ആണ് ഇൻഫർമേഷൻ സർവീസും വരും. അപ്പോൾ കുട്ടികളെ, നിങ്ങളോട് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പദസൂര്യനാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഇതാണ് നിങ്ങൾ ഫ്ലോ ചാർട്ടാണ് വരയ്ക്കേണ്ടത്. അതായത് ഇൻഡസ്ട്രിയുടെ ടൈപ്സ്: പ്രൈമറിയിൽ വരിക റോ മെറ്റീരിയൽസ് ആണ്, സെക്കൻഡറിയിൽ വരിക മാനുഫാക്ചറിങ് ആണ്, തേർഡറിയിൽ വരിക സർവീസ് സെക്ടർ ആണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ് കൊയിനറിയിൽ വരിക ഹ്യൂമൻ സർവീസസ് ആണ്. ക്വാട്ടർണറിയിൽ വരിക ഇൻഫർമേഷൻ സർവീസസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവഡ് ആയിട്ടുള്ളതിനെയാണ് ഇൻഡസ്ട്രിയുടെ ടൈപ്പ് എന്ന് പറയുക. ഇനി നമ്മൾക്ക് അതിൽ പ്രൈമറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. പ്രൈമറി സെക്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് നമ്മളിനി ഈ പോയിന്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുകയാണ്. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ പ്രൈമറി ഇൻഡസ്ട്രി വി ആർ റെഫറിങ് ടു ദോസ് ദാറ്റ് എക്സ്ട്രാക്ട് റോ മെറ്റീരിയൽ. അതായത് പ്രൈമറി വ്യവസായങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രി വി ആർ റെഫറിങ് ടു ദോസ് എക്സ്ട്രാക്ട് റോ മെറ്റീരിയൽ ഫ്രം ദ ലാൻഡ് ഓർ സീ. അതായത് കരയിൽ നിന്നോ
അതേപോലെ തന്നെ കടലിൽ നിന്നോ ലഭിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങളെയാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കരയിൽ നിന്നോ അതേപോലെ തന്നെ കടലിൽ നിന്നോ ലാൻഡിൽ നിന്നോ സീയിൽ നിന്നോ ലഭിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം, പ്രാഥമിക വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കരയിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ പ്രൈമറി ഇൻഡസ്ട്രിയാണ്. കടലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ പ്രൈമറി ഇൻഡസ്ട്രിയാണ്. ഫോർ ദ എക്സാമ്പിൾ ഓയില്, അയണ്, ടിമ്പറ്, മൈനിങ്, ക്വാറിങ്, ഫിഷിങ്, ഫോറസ്ട്രി ആൻഡ് ഫാമിംഗ്, ഇതൊക്കെയാണ് പ്രൈമറി ഇൻഡസ്ട്രിക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡിൽ നിന്നോ സീയിൽ നിന്നോ കടലിൽ നിന്നോ കരയിൽ നിന്നോ ലഭ്യമാകുന്ന റോ മെറ്റീരിയലിനെയാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ ദ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓയിൽ വരും, അയൺ വരും, ഓർ വരും, ടിമ്പർ വരും, മൈനിങ്, ക്വാറിങ്, ഫിഷിങ്, ഫോറസ്ട്രി, ഫാമിങ്, ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? പ്രൈമറി ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അടുത്തതാണ് സെക്കൻഡറി. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആണ്, മനുഷ്യനിർമ്മിതമായ പ്രോഡക്റ്റുകളെയാണ് സെക്കൻഡറി എന്ന് പറയാം. ദിസ് ഇൻഡസ്ട്രി ഇൻവോൾവ് മാനുഫാക്ചറിങ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു പ്രോഡക്റ്റ് സച്ച് ആസ് സോപ്സ്, ഗാർമെന്റ്സ്, ടോയ്സ് ആൻഡ് എക്സെട്ര. അതായത് ഈ വ്യവസായങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള സോപ്പുകളെ, വസ്ത്രങ്ങളെ, കളിപ്പാട്ടങ്ങളെ തുടങ്ങിയ ഉൽപാദന മേഖലകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത്, അഥവാ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും ഏതിനെ അറിയപ്പെടാം? ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയെ അറിയപ്പെടാം. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റിനെയും ഏത് ഇതിലാണ് പെടുന്നത്? മാനുഫാക്ചറിങ് അഥവാ സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ് ഉൾപ്പെടുന്നത്. അടുത്തതാണ് ടേഴ്സറി ഇൻഡസ്ട്രി. ടേഴ്സറി ഇൻഡസ്ട്രി അഥവാ തൃതീയ വ്യവസായം എന്ന് പറയും. സേവന വ്യവസായം എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ദിസ് ഇൻഡസ്ട്രി നെയ്തർ പ്രൊഡ്യൂസ് റോ മെറ്റീരിയൽ നോർ മേക്ക് എനി പ്രോഡക്റ്റ്. ഈ വ്യവസായങ്ങൾ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിക്കുകയോ ഏതെങ്കിലും ഉൽപ്പന്നം നിർമ്മിക്കുകയോ ചെയ്യുന്നില്ല. പകരം അവ ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും സേവനങ്ങൾ നൽകുന്നു. ഈ ഒരു ടേഴ്സറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസംസ്കൃത പദാർത്ഥങ്ങൾ നിർമ്മിക്കുകയോ അത് ഉൽപ്പാദിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, പകരം സർവീസസ് ആണ്. ടേഴ്സറി ഇൻഡസ്ട്രിയിൽ പെടുന്നത് എന്താണ്? സേവനം, സർവീസസ് ആണ് ഉൾപ്പെടുന്നത്. സേവനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ടേഴ്സറി ഇൻഡസ്ട്രി ക്യാൻ ഇൻക്ലൂഡ് സർവീസ് സച്ച് ആസ് ഡോക്ടർ, ഡെന്റിസ്റ്റ്, ബാങ്കേഴ്സ്, അതേപോലെ തന്നെ മറ്റേ എംപ്ലോയീസ്, ടീച്ചേഴ്സ്, അങ്ങനെ നമുക്ക് ഓരോ മേഖലകൾ, ഡ്രൈവേഴ്സ്, ഓരോ മേഖലയിലും ഓരോ എംപ്ലോയീസ് ഫെസിലിറ്റികളുണ്ട്. അവരൊക്കെ നമുക്ക് ചെയ്യുന്നത് എന്താണ്? സേവനങ്ങളാണ്. അപ്പം സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖലയെയാണ് ഏത് മേഖല എന്ന് പറയുന്നത്? ടേഴ്സറി സെക്ടർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് സാധനങ്ങളല്ല, പകരം എന്താണ്? സേവനങ്ങളാണ്. സേവനങ്ങൾ മനുഷ്യന് നൽകപ്പെടുന്ന സെക്ടറിനെയാണ് എന്ത് പറയുന്നത്? ടേഴ്സറി സെക്ടർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ടീച്ചറെ, ഡോക്ടറെ, ഡ്രൈവറെ, ഡെന്റിസ്റ്റ്, ബാങ്കേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഹോസ്പിറ്റലുകളെ, IT ഇൻഡസ്ട്രി, അങ്ങനെ വരുന്ന അത് ഒരുപാട് പല മേഖലകളുണ്ട്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റികളെ. അപ്പോൾ അത്തരം മേഖലകളേനൊക്കെ നമുക്ക് എന്ത് പറയാം? ടേഴ്സറി ഇൻഡസ്ട്രി എന്ന് പറയാം. തൃതീയ മേഖല അഥവാ സേവന മേഖല എന്ന് വ്യാഖ്യാനിക്കാം. അടുത്തതാണ് ക്വാട്ടേർണറി ഇൻഡസ്ട്രി. എന്താ ക്വാട്ടേർണറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? Quaternary industry. This industry involves use of high-tech industry. വ്യവസായങ്ങളിൽ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള വ്യവസായങ്ങളെയാണ് എന്ത് പറയുക? ഹൈടെക് ഇൻഡസ്ട്രി അഥവാ ക്വാട്ടേർണറി ഇൻഡസ്ട്രി. വെറും വ്യവസായങ്ങളല്ല, ഹൈ ടെക്നിക് ഇൻഡസ്ട്രികളെ, ഹൈ ടെക്നിക് ഉയർന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അഡോപ്റ്റ് ചെയ്യുന്ന വ്യവസായശാലകളെ, അതേ വലിയ വലിയ രീതിയിലുള്ള ഹൈടെക് മോഡലിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാട്ടേർണറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്.
People who work for these company are often highly qualified within their field of work. ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ തൊഴിൽ മേഖലയിൽ ഉയർന്ന യോഗ്യത ഉള്ളവരായിരിക്കും. അപ്പം നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിട്ടുള്ള ആളുകൾ ഹൈടെക് മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഹൈടെക് മേഖലയിലുള്ള കമ്പനികളെയാണ്, ഹൈടെക് ഇൻഡസ്ട്രികളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ക്വാട്ടേണറി ഇൻഡസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബിസിനസ് ഇൻ ദെയർ സെക്ടർ. ഈ മേഖലയിലെ ഏറ്റവും സാധാരണമായ ബിസിനസ്സുകൾ ഗവേഷണ വികസന കമ്പനികളാണ്. അപ്പോൾ ഗവേഷണ മേഖലകളെ, ബിസിനസ്സുകളെ തുടങ്ങിയ ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളെയാണ് ക്വാട്ടേണറി ഇൻഡസ്ട്രി എന്ന് പറയുക കേട്ടോ. അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും തൊഴിൽ ചെയ്യാനുണ്ടായിരിക്കുക. അടുത്തതാണ് കൊയിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഇൻഡസ്ട്രി ഇൻവോൾവ് ദോസ് ദാറ്റ് കൺട്രോൾ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് ഗവൺമെന്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. വ്യവസായിക സർക്കാർ തീരുമാനമെടുക്കൽ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നവയാണ് ഇതിൽപ്പെടുന്നത്. വ്യവസായിക സർക്കാർ തീരുമാനമെടുക്കൽ പ്രക്രിയകളെ കൺട്രോൾ ചെയ്യുന്ന താണ് ഏത്? ഈ കൊയിനറി എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ദിസ് ഇൻഡസ്ട്രി ഇൻക്ലൂഡ് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവ്, മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റ് ആൻഡ് ഇലക്ടഡ് ഒഫീഷ്യൽ ഇൻ ഗവൺമെന്റ്. ഈ വ്യവസായങ്ങളിൽ വ്യവസായ എക്സിക്യൂട്ടീവുകൾ, മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റുകൾ, സർക്കാരിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു. അപ്പോൾ ഇൻഡസ്ട്രികളെ കൺട്രോൾ ചെയ്യുന്നതിനും ഇൻഡസ്ട്രികളിൽ തീരുമാനമെടുക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് കൊയിനറി എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ദിസ് ഇൻഡസ്ട്രി ഇൻക്ലൂഡ് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവ്, ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവുകളെ, മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റുകളെ, സർക്കാരിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥര് എന്നിവരൊക്കെ ആയിരിക്കും ഈ ഒരു കൊയിനറി ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, കൊയിനറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും വേണ്ടി നിയമിക്കപ്പെട്ട ആളുകളെയാണ് കൊയിനറി ഇൻഡസ്ട്രീസ് എന്ന് പറയുക. അതിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും, മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, ബ്യൂറോക്രാറ്റിക് ഉണ്ടായിരിക്കും, തിരഞ്ഞെടുക്കപ്പെട്ട ഒഫീഷ്യൽ ഗവൺമെന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും. ഇവരാണ് പോളിസികളും ലോസുകളും നിയമങ്ങളും നയങ്ങളും നിർമ്മിക്കുന്നതും നടപ്പാക്കുന്നതും ഇവരിലൂടെ ആയിരിക്കും. ഇതിനെയാണ് കൊയിനറി ഇൻഫർമേഷൻ സർവീസ് അഥവാ കൊയിനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയുടെ തരങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ, നിങ്ങളോട് ഇൻഡസ്ട്രി എന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് ഇതന്നെ നിങ്ങൾക്ക് നോട്ടാക്കി എഴുതിയെടുക്കാം. ഈ ബോർഡുമ്പോൾ നമ്മൾ എഴുതിയിടുന്നത് നിങ്ങൾക്ക് നോട്ടിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾ നോട്ടായി എഴുതിയെടുക്കുക. അതേപോലെ നമ്മൾ ഇൻഡസ്ട്രി ആൻഡ് ടൈപ്പ്, ഇൻഡസ്ട്രിയുടെ ടൈപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 5 ടൈപ്പുകളുണ്ട്. ഈ 5 ടൈപ്പ് എന്താ എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഇവാലുവേഷൻ ഓഫ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഡസ്ട്രികളെ കുറിച്ച് വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. പ്രധാനമായും 3 രീതിയിലാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഏതൊക്കെ നോക്കൂ: ആൻഷ്യൻ്റ് ഇൻഡസ്ട്രി, മിഡീവൽ ഇൻഡസ്ട്രി, മോഡേൺ ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രികളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും വെക്കേണ്ടത് 3 പോയിന്റുകളാണ്. ആൻഷ്യൻ്റ് ഇൻഡസ്ട്രി. ആൻഷ്യൻ്റ് ഇൻഡസ്ട്രി പറഞ്ഞാൽ എന്താണ്? പുരാതനമായ വ്യവസായങ്ങളെയാണ് ആൻഷ്യൻ്റ് ഇൻഡസ്ട്രി എന്ന് പറയുക. മിഡീവൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യകാലഘട്ടത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെയാണ് മിഡീവൽ ഇൻഡസ്ട്രി എന്ന് പറയുക. ആൻഡ് മോഡേൺ ഇൻഡസ്ട്രി, ആധുനിക കാലഘട്ടത്തിലുള്ള വ്യവസായങ്ങളെയാണ് മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറയുക. ഇനി നമ്മൾക്ക് അപ്പോൾ ഇവാലുവേഷൻ ഓഫ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വ്യവസായങ്ങളെ തരംതിരിക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 പോയിന്റുകൾ വെക്കുക. എന്നിട്ട് നിങ്ങൾ അതെടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഈ പോയിന്റിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കാരണം
നമ്മൾ എക്സ്പ്ലനേഷൻ നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ ചെയ്താൽ മതി. പക്ഷെ പോയിന്റിനാണ് മാർക്ക് ഉണ്ടാവുക. അപ്പൊ ഇതൊരു 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ് ആൻഷ്യന്റ് ഇൻഡസ്ട്രി എന്ന് നോക്കാം. പുരാതന വ്യവസായം. ഇൻ ദ ആൻഷ്യന്റ് ഓർ primitive period industry can be understood to have included those work which were performed by human beings when they were dependent on very simple tools and methods to live life in forest or desert. പുരാതന കാലഘട്ടത്തിൽ വനങ്ങളിലോ മരുഭൂമികളിലോ ജീവിതം നയിക്കാൻ വളരെ ലളിതമായ ഉപകരണങ്ങളെയും രീതികളെയും ആശ്രയിച്ചിരുന്ന മനുഷ്യരുടെ പ്രവർത്തികളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആൻഷ്യന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പുരാതന കാലഘട്ടത്തിലെ വനങ്ങളിലോ മരുഭൂമികളിലോ ജീവിതം നയിക്കുന്നതിന് വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ടൂൾസുകൾ, വളരെ ലളിതമായിട്ടുള്ള ഉപകരണങ്ങൾ, സിമ്പിൾ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. സിമ്പിൾ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ലളിതമായ ഉപകരണങ്ങളും രീതികളും ആശ്രയിച്ചിരുന്ന മനുഷ്യരുടെ പ്രവർത്തികളെയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? ആൻഷ്യന്റ് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്നത്. In this period, no systematic industry have developed. മാത്രല്ല ഈ കാലഘട്ടത്തിൽ ഒരു വ്യവസ്ഥാപിത വ്യവസായവും വികസിച്ചിരുന്നില്ല, ഒരു സിസ്റ്റമാറ്റിക് ഇൻഡസ്ട്രിയും ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസായങ്ങളും ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ഇൻ ദിസ് പീരിയഡ് നോ സിസ്റ്റമാറ്റിക് ഇൻഡസ്ട്രി ഹാഡ് ഡെവലപ്ഡ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രികളും ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ദ മെയിൻ കൺസേൺ ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ദീസ് ഡേയ്സ് was merely to acquire food and physical protection. അതേപോലെ തന്നെ അതിനാൽ ഈ ദിവസങ്ങളിൽ ആളുകളുടെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഭക്ഷണവും ഫുഡ് ആൻഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, ഭക്ഷണവും ശാരീരിക സംരക്ഷണവും നേടുക എന്നതായിരുന്നു. ആകെ അവർക്ക് മൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുക, അവർക്ക് വേണ്ട അന്നന്നത്തെ ജീവിതം കഴിച്ചു കൂട്ടാനുള്ള ഫുഡ്, ഭക്ഷണം എത്തുക, ഇത്ര മാത്രം 2 ഉപാധികൾക്ക് മാത്രമാണ് ആ ആൻഷ്യന്റ് പീരിയഡിൽ മനുഷ്യർ ജീവിച്ചിരുന്നത്. ആൻഷ്യന്റ് കാലഘട്ടം അഥവാ പുരാതന വ്യവസായ കാലഘട്ടത്തിൽ പ്രധാനമായി 2 കാര്യങ്ങളെയാണ് പീപ്പിൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ആദിമ മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? ഫുഡ് കണ്ടെത്തുക എന്നും മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നും, അതായത് ഫുഡ് ആൻഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, ഭക്ഷണപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അവർ പ്രയത്നിച്ചിരുന്നത്. The means which were adopted by them to meet this end were symbolic of their industrial effort. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങൾ അവരുടെ വ്യാവസായിക പരിശ്രമത്തിന്റെ പ്രതീകമായിരുന്നു. ഈ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പല മാർഗങ്ങളും ഈ ഒരു ആൻഷ്യന്റ് ഇൻഡസ്ട്രി കാലഘട്ടത്തിൽ പരിശ്രമിച്ചത്. 2 ലക്ഷ്യങ്ങളാണ് അവരെ ആൻഷ്യന്റ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചത്. എന്താണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ അന്ന് എന്തായിരുന്നു? ആൻഷ്യന്റ് പീരിയഡിലെ പുരാതന കാലഘട്ടത്തിലെ മനുഷ്യന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർക്ക് ഫുഡ് കണ്ടെത്തുക എന്നും അതേപോലെ തന്നെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, ശാരീരികമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക. ഈ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പരിശ്രമിച്ചിരുന്നത്. The means which were adopted by to meet these ends were symbolic of their industrial effort. ഇതിനു വേണ്ടിയാണ് അവർ പലതരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തിയിരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ for food primitive people used to hunt animal and gather wild vegetables and fruits. അതേപോലെ തന്നെ
ഭക്ഷണത്തിന് പ്രാകൃത മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടുകയും കാട്ടുമൃഗങ്ങളെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവര് ഹണ്ടിങ് വേട്ടയാടലും അതേപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി മാത്രമല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ശേഖരിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഈ ഒരു കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്, പുരാതന കാലഘട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പുരാതന കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, for hunting she employed bow and arrow and certain instrument made by sharpening stone. അവര് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു, അതേപോലെ തന്നെ കൂർത്ത കല്ലുകളും ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ഒരു ആൻഷ്യന്റ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പും വില്ലും, ആരോ ആൻഡ് ബോ ആൻഡ് ആരോ പറഞ്ഞാൽ അമ്പും വില്ലും അവർ യൂസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് മെയ്ഡ് ബൈ ഷാർപ്പനിങ് സ്റ്റോൺ, ഉപകരണത്തിന് ഉപാധിയായിട്ട് അവരെന്താ ഉപയോഗിച്ചിരുന്നത്, കൂർത്ത കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഓൾ പ്രിമിറ്റീവ് വെപ്പൺ വെർ മെയ്ഡ് എയ്തർ ഓഫ് വുഡ് ഓർ സ്റ്റോൺ. പ്രാകൃതമായ ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചത് മരങ്ങളും കല്ലുകളുമായിരുന്നു. This weapon were symbolic of industrial development of that period. ഈ ഉപകരണങ്ങളാണ് പിന്നീട് വ്യാവസായിക വികസനത്തിന് കാരണമായത്. അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു, വുഡ് മരത്തിന്റെ കൂർത്ത കഷ്ണങ്ങൾ ഉപയോഗിച്ചിരുന്നു, കല്ലുകളുടെ കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഈ പ്രിമിറ്റീവ് വെപ്പൺ എന്ന് പറഞ്ഞാൽ ഈ പ്രാകൃത ഉപകരണങ്ങളാണ് പിന്നീട് എന്തായി മാറിയത്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, വ്യാവസായിക വികസനത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൻഷ്യന്റ് ഇൻഡസ്ട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് മിഡീവൽ ഇൻഡസ്ട്രി. എന്താണ് മിഡീവൽ ഇൻഡസ്ട്രി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതാണ് മിഡീവൽ ഇൻഡസ്ട്രി, മധ്യകാല വ്യവസായങ്ങൾ. എന്താണ് മധ്യകാല വ്യവസായങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പ്രിമിറ്റീവ് സ്റ്റേജിൽ നിന്നും ഒരു മിഡീവൽ സ്റ്റേജിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ്, ഇൻഡസ്ട്രികളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഏത്, മിഡീവൽ ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാം. കാരണം പ്രാകൃത ടൂൾസുകളിൽ നിന്നും ഒരു ചെറിയ രീതിയിൽ പ്രാകൃതമായ ഉപകരണങ്ങളൊക്കെ മാറി നമ്മൾ പല ആയുധങ്ങളിലേക്ക്, ശിലായുഗത്തിലേക്ക് കടക്കുകയാണ്. ഏത് സ്റ്റേജിലേക്ക്, മിഡീവൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മിഡീവൽ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ മിഡീവൽ പീരിയഡ് ദർ വാസ് സഫിഷ്യന്റ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി. അതായത് മധ്യകാലഘട്ടത്തിൽ വ്യവസായത്തിന്റെ മതിയായ വികസനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്, മിഡീവൽ ഇൻഡസ്ട്രിയെ പരിഗണിക്കുന്നത്. ഡ്യൂറിങ് ദ മിഡീവൽ പീരിയഡ് ദർ വാസ് സഫിഷ്യന്റ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി. വ്യവസായങ്ങളുടെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വികസനമാണ് മിഡീവൽ ഇൻഡസ്ട്രി പീരിയഡിൽ കാണപ്പെട്ടിട്ടുള്ളത്. In this period, the sign of industry become quite visible in the effort of human beings. A number of manually operated machines were fabricated. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ പരിശ്രമങ്ങളിൽ വ്യവസായങ്ങളിൽ വളരെയധികം മാറ്റം കാണപ്പെടുകയും കൈകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി യന്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അതായത് എന്താണ് ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്, എന്താണ്, ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൈകൊണ്ട് നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാകാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് മിഡീവൽ ഇൻഡസ്ട്രി. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ വ്യവസായത്തിന്റെ മതിയായ വികസനം ഉണ്ടാവുകയും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പരിശീലനങ്ങളിൽ വ്യവസായത്തിന്റെ ലക്ഷ്യങ്ങൾ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുകയും മാത്രമല്ല കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി യന്ത്രങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഹ്യൂമൻ ആൾസോ ബിഗൻ യൂസിങ് ആനിമൽ പവർ ടു മീറ്റ് ദയർ എൻഡ്സ്. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത് ഇവിടെ, ഹ്യൂമൻ ആൾസോ ബിഗൻ യൂസിങ് ആനിമൽ പവർ ടു മീറ്റ് ദയർ എൻഡ്സ്. അതേപോലെ തന്നെ മനുഷ്യർ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യശക്തി ഉപയോഗിക്കാൻ തുടങ്ങി. മനുഷ്യൻ അവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്, അതായത്
ഒന്നുകൂടി ശ്രദ്ധിക്കും. ഹ്യൂമൻ ആൾസോ ബിഗൺ യൂസിങ് ആനിമൽ പവർ ടു മീറ്റ് ദയർ എൻഡ്. അവന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ആനിമൽ പവർ, മനുഷ്യന്റെ ശക്തി ഉപയോഗിക്കപ്പെടുത്തുന്നതിന് വേണ്ടി ആനിമൽ പവറും കൂടി ഉപയോഗിക്കാൻ തുടങ്ങി. മൃഗങ്ങളുടെ ശക്തി, അതായത് കാളേനെ ഉപയോഗിച്ച് കാളവണ്ടി, അതേപോലെ തന്നെ കുതിരവണ്ടി, അങ്ങനെ പൂട്ടുന്നതിന് വേണ്ടിയിട്ട് പോത്ത്, കാള തുടങ്ങിയ മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആനിമൽ പവറും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏത് കാലഘട്ടത്തിലെ? മിഡീവൽ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. ഹ്യൂമൻ ആൾസോ ബിഗൻ യൂസിങ് ആനിമൽ പവർ ടു മീറ്റ് ദയർ എൻഡ്. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആനിമൽ പവർ, മൃഗങ്ങളുടെ ശക്തി കൂടി ഉപയോഗിക്കാൻ തുടങ്ങി. In the science of industrialization, production of goods in excess of consumption. അതേപോലെ തന്നെ പിന്നീട് എന്താ പറയുന്നത് ഇവിടെ? അങ്ങനെ ഈ മൃഗങ്ങളുടെ ശക്തിയും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വ്യവസായവൽക്കരണം ആരംഭിക്കുകയും പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എക്സസ് ഓഫ് കൺസപ്ഷൻ, ഒരു വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയും അതിലൂടെ ഉൽപാദനം ആരംഭിക്കുകയും ഉൽപാദനത്തിന്റെ ഭാഗമായിട്ട് എന്തും വർദ്ധിച്ചു? എക്സസ് ഓഫ് കൺസപ്ഷൻ, ഉപഭോഗവും വർദ്ധിച്ചു. അപ്പോൾ മിഡീവൽ പീരിയഡിലെ മനുഷ്യൻ ഹ്യൂമൻ പവർ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്തും കൂടി അവിടെ യൂസ് ചെയ്തു? ആനിമൽ പവറും കൂടി അവിടെ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ആനിമൽ പവറും കൂടി മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇൻഡസ്ട്രിയലൈസേഷന് വഴിയൊരുക്കുകയും വ്യവസായവൽക്കരണത്തിന് വഴിയൊരുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിക്കുകയും എക്സസ് ഓഫ് കൺസപ്ഷൻ, ഉൽപാദനം വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തും വർദ്ധിച്ചു എന്നാ പറയുന്നത്? ഉപഭോഗവും വർദ്ധിക്കാൻ കാരണമായി. And then the exchange of goods and the division of labor also come into vogue. അങ്ങനെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലാളികളെ വർഗീകരിക്കുന്നതിനും കാരണമായി. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്? മിഡീവൽ പീരിയഡില് മനുഷ്യൻ ചെറിയ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് പ്രോഡക്റ്റുകളാണ്, കരകൗശലമായിട്ടുള്ള കൈകളാൽ നിർമ്മിതമായ വസ്തുക്കളാണ് നിർമ്മിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ആനിമൽ പവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ വർദ്ധിച്ചപ്പോൾ അത് എന്തിനു മാറ്റം ഉണ്ടായി? കൺസപ്ഷനും വർദ്ധിക്കാൻ കാരണമായി. അങ്ങനെ പ്രൊഡക്ഷനും കൺസപ്ഷനും വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ട് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലാളികളെ വർഗീകരിക്കാൻ തുടങ്ങി. മാത്രമല്ല അത് ഗുഡ്സുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനും തുടങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? മിഡീവൽ ഇൻഡസ്ട്രി, അതായത് ഇൻഡസ്ട്രിയുടെ മധ്യകാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഇതൊക്കെ നിങ്ങളിങ്ങനെ ചങ്ങലയായിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഇനി അവിടെ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് മിഡീവൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായത് എന്ന്. ബ്ലാക്ക് സ്മിത്ത്, അതായത് ഏതൊക്കെ തരത്തിലുള്ള തൊഴിൽ മേഖലയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് ഇരുമ്പ് പണിക്കാര്, കാർപ്പൻറ്റേഴ്സ്, വേവേഴ്സ്, അങ്ങനെ ഒരുപാട് ചെറിയ തൊഴിൽ മേഖലകൾ രൂപം കൊള്ളുന്നതിന് ഏത് കാലഘട്ടം കാരണമായി? മിഡീവൽ പീരിയഡ് കാരണമായി എന്നാണ് പറയുന്നത്. മാത്രമല്ല the medieval industry age in West can be divided into 3 distinct industrial system. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മധ്യകാല വ്യവസായികത്തിനെ 3 വ്യത്യസ്ത രീതിയിൽ തരംതിരിച്ചു. പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ വ്യവസായത്തെ 3 രീതിയിലാണ് വെസ്റ്റേൺ ഏരിയയിൽ തരംതിരിച്ചത്. ഇങ്ങനെയൊക്കെയാണ്. The division was based on the nature of the industrial system. These industrial system are feudal system, guild system, domestic system. ഇപ്പൊ മധ്യകാലഘട്ടത്തിലെ പടിഞ്ഞാറൻ മേഖലയെ 3 രീതിയിലാണ് തരംതിരിച്ചത്. ഫ്യൂഡൽ സിസ്റ്റം, ഗിൽഡ് സിസ്റ്റം, ഡൊമസ്റ്റിക് സിസ്റ്റം.
ഫ്യൂഡൽ സിസ്റ്റം എന്നും ഗിൽഡ് സിസ്റ്റം എന്നും ഡൊമസ്റ്റിക് സിസ്റ്റം എന്നും അങ്ങനെ 3 രീതിയിലാണ് പടിഞ്ഞാറൻ മേഖലയിലെ വ്യവസായങ്ങളെ തരംതിരിച്ചത്. അപ്പൊ ഇത്രയാണ് നമുക്ക് മിഡീവൽ ഇൻഡസ്ട്രിയിൽ പറയാനുള്ളത്. അടുത്തതാണ് മോഡേൺ ഇൻഡസ്ട്രി. മോഡേൺ ഇൻഡസ്ട്രി ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ അത് എഴുതാൻ കഴിയും. കാരണം ആധുനിക കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ എമർജൻസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century when there was a movement of merchant capital into industry. അതായത് 19th century എന്നാ പറയണത് 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വ്യവസായത്തിലേക്കും വ്യാപാരത്തിന്റെ മൂലധനത്തിലേക്കും കടന്നപ്പോഴാണ് ഇന്ത്യയിൽ ആധുനിക വ്യവസായത്തിന്റെ ആവിർഭാവത്തിന് തുടക്കം കുറിച്ചത്. അപ്പോ ഇന്ത്യയിലെ ആധുനികമായിട്ടുള്ള മോഡേൺ ഇൻഡസ്ട്രി തുടക്കം കുറിച്ചത് എന്ന് മുതലാണ്? 19th century, സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century, 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് ഇന്ത്യ വ്യവസായത്തിലേക്കും വ്യാപാരത്തിലേക്കും അതേപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് മർച്ചന്റ് ക്യാപിറ്റൽ എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വ്യാപാര മൂലധനത്തിന്റെ നീക്കത്തിലേക്കൊക്കെ ഇന്ത്യ കടന്നത് എന്ന് മുതലാണ്? 19ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫിലാണ്. ഡ്യൂറിംഗ് ഇൻ ദ ലേറ്റ് 19th century, Indian businessmen owned a complex of modern industry which sprang up in Western India. അതേപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഉടലെടുത്ത ആധുനിക വ്യവസായങ്ങളുടെ ഒരു സമുച്ചയം സ്വന്തമാക്കി. 19ാം നൂറ്റാണ്ട് അവസാനിക്കാനായപ്പോഴേക്കും ഇന്ത്യ മൊത്തത്തിൽ ആധുനിക വ്യവസായങ്ങളിൽ കേന്ദ്രീകൃതമായി എന്നാണ് അവിടെ പറയുന്നത്. ഡ്യൂറിംഗ് ദ ലേറ്റ് 19th century, an Indian businessman owned a complex of modern industry which sprang up in Western India. വെസ്റ്റേൺ ഇന്ത്യ മൊട്ടാകെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം മുഴുവനായിട്ടും എന്ത് കേന്ദ്രീകൃതമായി? ആധുനിക വ്യവസായങ്ങൾ കേന്ദ്രീകൃതമാക്കപ്പെട്ടു 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി. This development was subsequently followed almost half a century later by modern industry between the two world wars. This is the beginning of modern industrial development in India. അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ ആധുനിക വ്യവസായങ്ങൾ ഉടലെടുക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു എന്തിനും സാക്ഷ്യം വഹിച്ചത്? 2ാം ലോക മഹായുദ്ധത്തിനും സാക്ഷ്യം വഹിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉടലെടുക്കാൻ തുടങ്ങി. മാത്രല്ല ആ കാലഘട്ടത്തിൽ തന്നെയാണ് 2ാം ലോക മഹായുദ്ധത്തിനും തുടക്കം. 2ാം ലോക മഹായുദ്ധങ്ങൾക്കിടയിലാണ് ഈ ആധുനിക വ്യവസായം വളർന്നു വന്നത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലഘട്ടത്തിലൊക്കെയാണ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്പ് ചെയ്തു വന്നത്. അങ്ങനെ ബോംബെ ആൻഡ് അഹമ്മദാബാദ് ഈ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ഇന്ത്യയിൽ മാറ്റം കാണിച്ച പ്രദേശങ്ങൾ, സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബോംബെയും അഹമ്മദാബാദുമായിരുന്നു. The process of industrialization is a process through which industrial and manufacturing capacity is created and advanced with improved technology. അങ്ങനെ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്തും കൂടി വളർന്നു വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇംപ്രൂവ്ഡ് ടെക്നോളജി, സാങ്കേതിക വിദ്യ ഇംപ്രൂവ്മെന്റ് ആകാൻ, വളർന്നു വരാൻ അത് കാരണമായി. Historians have been industrialization and industrial revolution as the beginning of the modern period of history, associating with the revolution and maturation of capitalist mode of production. ഒരു ടെക്നിക്കൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും മാത്രമല്ല ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു മുതലാളിത്ത ഉൽപാദന രീതി രൂപം കൊടുക്കുകയും ചെയ്തു. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന് തുടക്കം കുറിക്കുന്നതിനും ഏത് കാരണമായി? ഈ ആധുനിക വ്യവസായം കാരണമായി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയോടുകൂടി ഇന്ത്യയിലെ
അഗ്രികൾച്ചറൽ മേഖലയിലും മറ്റ് ടെക്നിക്കൽ മേഖലയിലൊക്കെ വളരെയധികം മാറ്റം ഉണ്ടായതായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനൊക്കെയാണ് മോഡേൺ. ഇനി നിങ്ങൾക്ക് അതിൽ എക്സാമ്പിളായിട്ട് നമുക്കറിയാം, നമ്മളൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കരകൗശല വസ്തുക്കളുടെ ഉപയോഗം കുറയുകയും പിന്നെ ടെക്നിക്കൽ ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ചെയ്യുന്നതിനും തുടങ്ങി. അങ്ങനെ കരകൗശല വസ്തുക്കൾ ഹാൻഡിക്രാഫ്റ്റ് ഫാക്ടേഴ്സ് ഡിക്രീസ് ചെയ്തുകൊണ്ട് ടെക്നോളജിക്കൽ പ്രോഡക്റ്റുകൾ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു മോഡേൺ ഇൻഡസ്ട്രിയിൽ അറ്റൈൻ ചെയ്തത് എന്നാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റുകളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളൊക്കെ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് വെക്കാം. നമുക്കറിയാം റേഡിയോ, TV, ടെലഫോൺ, ടെലഗ്രാഫ്, അങ്ങനെ നമ്മൾക്കറിയാവുന്ന എല്ലാ ഇന്നിപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് വരെ നമ്മളിലെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിലും വേൾഡിലും മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ്? മോഡേൺ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും വെക്കേണ്ടത് ഈ 3 പോയിന്റ്സ് ആണ്. ഏതൊക്കെ? ആൻഷ്യന്റ് ഇൻഡസ്ട്രി, മിഡീവൽ ഇൻഡസ്ട്രി, മോഡേൺ ഇൻഡസ്ട്രി. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഇൻട്രഡക്ഷൻ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മോഡേൺ ഇൻഡസ്ട്രികളുടെ ആമുഖം. എന്താണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മോഡേൺ ഇൻഡസ്ട്രികളെ കുറിച്ച് പറയാനുള്ളത് എന്നാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഇൻട്രഡക്ഷൻ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മോഡേൺ ഇൻഡസ്ട്രികളെ കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഇവിടെ നൽകുന്നത്. എന്തൊക്കെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മോഡേൺ ഇൻഡസ്ട്രികളെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കൂ. അതായത് the long term decline of Indian trade and its replacement by British import of cheap textiles combined with price depression, falling of price. അതായത് 1830കളിൽ അതേപോലെ in the Indian economy 1813 and 14 have been inaugurating a period of de-industrialization by which was meant by decline in local or domestic artisan industries. ഇവിടെ എന്താ പറയുന്നത്? 1930കളിലും 1940കളിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വിലക്കയറ്റം അഥവാ വിലയിടിവ്, ഫാളിംഗ് പ്രൈസ്, ബ്രിട്ടീഷ് ഇറക്കുമതിയിലൂടെ ഇന്ത്യൻ വ്യാപാരത്തിലുണ്ടായ ദീർഘകാലവും തദ്ദേശീയ അല്ലെങ്കിൽ ആഭ്യന്തര കരകൗശല വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇവിടെ ശ്രദ്ധിക്കും മക്കളെ, 1830ലും 1840 കാലഘട്ടത്തില് ഇന്ത്യൻ വ്യാപാരങ്ങളില് എന്ത് സംഭവിച്ചു? The long term decline of Indian trade and its replacement by British import of cheap textiles combined with price depression. പ്രൈസ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വിലക്കയറ്റം, അതായത് വിലയിടിവ് എന്ന് പറയും. ഇന്ത്യയിലെ പ്രോഡക്റ്റുകൾക്കൊക്കെ ഭയങ്കര വില. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആരുടെ പ്രോഡക്റ്റുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? വിദേശികളുടെ പ്രോഡക്റ്റ്. അത് അവരുടെ ഒരു ടെക്നിക്കലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും എന്ത് ചെയ്തു? ഇവിടുത്തെ റോ മെറ്റീരിയൽസ് മുഴുവനും അവർ എവിടേക്ക് കൊണ്ടുപോകും? വിദേശത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവരത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റും. അങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റിയിട്ട് അത് എവിടേക്ക് തന്നെ കൊണ്ടും? ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടും. എന്നിട്ട് ഇവിടെയുള്ള ആളുകളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രോഡക്റ്റിന് എന്ത് ചെയ്തു? വില വർദ്ധിപ്പിച്ചു. അപ്പൊ ആ വില എന്താ ഇവിടെ പറയുന്നത്? 1830കളിലും 40കളിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വിലക്കയറ്റം ബ്രിട്ടീഷ് ഇറക്കുമതിയിലൂടെ ഇന്ത്യൻ വ്യാപാരത്തിനുണ്ടായ ദീർഘകാല ഇടിവും അത് മാത്രമല്ല ആഭ്യന്തര കരകൗശല വ്യവസായത്തെ തകർച്ചയിലേക്ക് നയിക്കുന്നതിനും കാരണമായി. അപ്പോൾ ഇന്ത്യൻ വ്യാപാരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഇന്ത്യയിലെ ഖാദി വസ്ത്രങ്ങൾ അതേപോലെ തന്നെ കരകൗശല മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടിയിട്ടാണ് ആര് പ്രവർത്തിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല നമ്മളുടെ കരകൗശല മേഖല അതിനാൽ എന്ത് ചെയ്യപ്പെട്ടു എന്നാ പറയുന്നത്? ഡിക്ലൈൻ, തകരുന്നതിന് കാരണമായി. അപ്പോൾ
ഇന്ത്യൻ കരകൗശല മേഖല തകരാനുള്ള കാരണം ഇവിടെയുള്ള സാധനങ്ങൾക്ക് അമിതമായ വില കൂട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ സാധനം ഇവിടുന്ന് കൊണ്ടുപോയ റോ മെറ്റീരിയൽസ് ആണ്. നമ്മുടെ രാജ്യത്തിൽ നിന്നും കൊണ്ടുപോയ അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബ്രിട്ടീഷുകാര് ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നത്. എന്നിട്ടാണ് അവർ ഇങ്ങോട്ട് അത് ഇറക്കുമതി ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ കൊണ്ട് അത് വാങ്ങിക്കുകയാണ് ചെയ്യുക, ചീപ്പ് റേറ്റിന് വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആ കരകൗശല വസ്തുക്കൾ തകരുന്നതിന് വേണ്ടിയാണ് ആര് ശ്രമിച്ചിരുന്നത്? ബ്രിട്ടീഷുകാര് ശ്രമിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. കൂടാതെ പിന്നെന്താണ്? Whether or not there was de-industrialization has been a continuous debate, the details of which are not the focus here. However, the evidence that we do have an employment would seem to suggest that the emergence of modern industry in the 19th and 20th century did not lead to the decline in artisanal industries. അതേപോലെ തന്നെ പിന്നീട് എന്താണ് ഇവിടെ പറയുന്നത്? തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും 19-20 നൂറ്റാണ്ടുകളിൽ ആധുനിക വ്യവസായത്തിന്റെ ആവിർഭാവം ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു. 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള പുതിയ ആധുനിക വ്യവസായങ്ങളുടെ ആവിർഭാവം ഇന്ത്യയുടെ കരകൗശല മേഖല തകരുന്നതിന് കാരണമായി. മാത്രല്ല പിന്നെ ഇവിടെ നമുക്ക് പറയുന്നുണ്ട്, ഫാക്ടറി നീഡഡ് വർക്കേഴ്സ് വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് ഫാക്ടറീസ് ദിസ് ഡിമാൻഡ് ഇൻക്രീസ്ഡ്. ഇൻ 901 there were 5,84,000 വർക്കേഴ്സ് ഇൻ ഇന്ത്യൻ ഫാക്ടറി. അതേപോലെ തന്നെ പിന്നെന്താ ഇവിടെ പറയുന്നത്? ഫാക്ടറികളിൽ തൊഴിലാളികളെ ആവശ്യമായി വരികയും അങ്ങനെ ഫാക്ടറികളുടെ വികസനത്തോടെ ഈ ആവശ്യം വർദ്ധിച്ചു. 1901 ഇന്ത്യയിൽ ബ്രിട്ടീഷ് നിർമ്മിതമായ ഫാക്ടറികളിൽ 5,84,000 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാര് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിർമ്മിച്ച ഫാക്ടറികളിൽ ഇന്ത്യക്കാർ എത്ര പേരാണ് ജോലി ചെയ്തത്? 5,84,000 തൊഴിലാളികളാണ് ബ്രിട്ടീഷ് ഫാക്ടറികളിലെ ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഇന്ത്യയുടെ കരകൗശല മേഖല തകരാൻ അത് കാരണമാക്കി. കാരണം ഇവിടെ ഉള്ളവർക്ക് കരകൗശലം അങ്ങനത്തെ തൊഴിൽ ചെയ്തിട്ട് കുടിൽ വ്യവസായങ്ങളും ഹാൻഡിക്രാഫ്റ്റും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ആരും വാങ്ങാനില്ല. ബ്രിട്ടീഷ് പ്രോഡക്റ്റുകളെ വാങ്ങാൻ ആളുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ബ്രിട്ടീഷ് നിർമ്മിതമായ ഇൻഡസ്ട്രികളിൽ തൊഴിലിന് വേണ്ടി ആശ്രയിക്കുകയും ഏകദേശം 5,84,000 5,84,000 ആളുകളാണ് ബ്രിട്ടീഷ് ഫാക്ടറികളിൽ 1901 ജോലി ചെയ്തതായി പറയപ്പെടുന്നത്. By 1946 the number was over 2,43,000 24,36,000 24,36,000 ആളുകളായി. പിന്നീട് 46 ആയപ്പോഴേക്കും 1901 5,84,000 ആളുകളാണ് ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിരുന്നതെങ്കിൽ 1946 ആയപ്പോഴേക്കും 24,36,000 പേര് ബ്രിട്ടീഷ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. ഇതാണ് മോഡേൺ ഇൻഡസ്ട്രിയൽ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്. അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ വ്യവസായത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവര് വ്യവസായശാലകൾ ഉപയോഗിച്ച് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും ഇവിടെയുള്ള ആളുകളെ കൊണ്ട് തന്നെ തൊഴിൽ ചെയ്യിപ്പിക്കുകയും ഇവിടെയുള്ള ആളുകളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആര് സ്വീകരിച്ചിരുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ 1901 5,84,000 ആളുകളാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ അത് 1946 ആയപ്പോഴേക്കും 24,36,000 ആളുകളായി എവിടെ ജോലി ചെയ്യാൻ? ഈ ബ്രിട്ടീഷ് നിർമ്മിത ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ദെൻ പിന്നീട് എന്താ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. Where did we workers come from? In most industrial region, workers come from region and the district around this area, and artisans who found no work in the village went to the industrial centers in search of work.
അങ്ങനെ പിന്നെന്താണ് അവിടെ പറയുന്നത്, അങ്ങനെ തൊഴിലാളികൾ മുഴുവനും ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കരകൗശല മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് മറ്റ് ജോലികളിൽ ഏർപ്പെടേണ്ടതായി വന്നു എന്നാണ് പറയുന്നത്. ഗ്രാമത്തിൽ ജോലി ലഭിക്കാത്ത കരകൗശല തൊഴിലാളികൾ ജോലി തേടി എവിടേക്ക് പോവുകയും ചെയ്തു, ഈ ബ്രിട്ടീഷ് നിർമ്മിത ഫാക്ടറികളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ബോംബെയിൽ 1911 ബോംബെയിലെ പരുത്തി വ്യവസായങ്ങളിൽ 50%-ലധികം തൊഴിലാളികളും അയൽ ജില്ലയായിട്ടുള്ള രത്നഗിരിയിലും കാൺപൂരിലും ഒക്കെ ഒരുപാട് ഇന്ത്യൻ തൊഴിലാളികൾ തൊഴിൽ അന്വേഷിച്ച് പോവേണ്ടതായി വന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കരകൗശല മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ആർക്കും തൊഴിലില്ല. അങ്ങനെ ഇന്ത്യൻ തൊഴിലാളികൾ തൊഴിൽ അന്വേഷിച്ച് വ്യവസായങ്ങളുടെ നഗരമായിട്ടുള്ള ബോംബെയിലേക്കും കാൺപൂരിലേക്കും അതേപോലെ രത്നഗിരിയിലേക്കൊക്കെ 50%-ഓളം ആളുകൾ തൊഴിൽ തേടിപ്പോയി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിലും കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ തുണി മില്ലുകളൊക്കെ ആരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു? ഈ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പം മാത്രല്ല ഫെസ്റ്റിവൽ ആയാലും അതേപോലെ തന്നെ ഏത് കാലഘട്ടമായാലും തൊഴിലാളികളൊക്കെ എവിടെയായിരിക്കും കൂടുതൽ? ഈ തുണിമില്ലുകളിലെ ഉത്തർപ്രദേശിലെയും കൽക്കട്ടയിലെയും ബോംബെയിലെയും ഒക്കെ തുണിമില്ലുകളിലാണ് ഈ തൊഴിലാളികൾ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നതായിട്ട് അറിയപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഇൻഡസ്ട്രി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വ്യവസായങ്ങൾ. ഇൻഡസ്ട്രി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വ്യവസായങ്ങളെ കുറിച്ചാണ് നമ്മൾക്കിനി പറയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 9th യൂണിറ്റിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഡസ്ട്രീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വ്യവസായങ്ങൾ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വ്യവസായങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വ്യവസായങ്ങളുടെ വളർച്ചയെക്കുറിച്ചും ഏതൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങളാണ് വളർന്നു വന്നത് എന്നതൊക്കെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഡ്യൂറിങ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് എക്സാമ്പിൾ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രി ഇൻക്രീസ്ഡ് ബൈ അബൌട്ട് 25% in a period of 5 years ending in 1953. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 1953 അവസാനത്തോടെ 5 വർഷത്തിനുള്ളിൽ പരമ്പരാഗത വ്യവസായങ്ങൾ ഏകദേശം 25% വർദ്ധിച്ചു. അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ 1953 എൻഡിങ് ഇൻ 1953 53 അവസാനത്തോടു കൂടി ട്രഡീഷണൽ ഇൻഡസ്ട്രികൾ ഏകദേശം 25% ഇന്ത്യയിൽ വർദ്ധിച്ചത്. ബട്ട് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി, പരമ്പരാഗത വ്യവസായത്തിൽ നിന്നും പിന്നെ എന്തിലേക്ക് മാറി? മോഡേൺ ഇൻഡസ്ട്രി, അതായത് ആധുനിക വ്യവസായത്തിലേക്ക് മാറ്റപ്പെടുകയും മോട്ടോർ, ഡീസൽ എൻജിൻ, ബാറ്ററീസ്, ട്രാൻസ്ഫോർമേഴ്സ്, radios and manufacturing, various other goods and services experienced a growth of over 100% in the same period. അപ്പോൾ ഒരു 25%-ഓളം ട്രഡീഷണൽ ഇൻഡസ്ട്രി 1953 അവസാനത്തോടു കൂടി വർദ്ധിച്ചു. കൂടാതെ ആധുനിക വ്യവസായത്തിലേക്ക് മാറ്റപ്പെടുകയും അങ്ങനെ ആ ട്രഡീഷണൽ വ്യവസായങ്ങൾ ആധുനിക വ്യവസായത്തിലേക്ക് മാറ്റപ്പെടുകയും മോട്ടോറ്, ഡീസല്, അതേപോലെ തന്നെ പിന്നെന്താണ് എൻജിനുകൾ, മോട്ടോർ, ഡീസൽ, എൻജിൻ, ബാറ്ററീസ്, അതേപോലെ ട്രാൻസ്ഫോമറുകള്, റേഡിയോകള്, മറ്റ് വിവിധ സാധനങ്ങളും സേവനങ്ങളും നിർമ്മാണം തുടങ്ങിയ ആധുനിക വ്യവസായങ്ങൾ ഏകദേശം 100%-ലധികം ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചു എന്നാണ് ഇവിടെ ഇൻഡസ്ട്രീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ പറയുന്നത്.
അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി 1953 അവസാനത്തോടു കൂടി ട്രഡീഷണൽ വ്യവസായങ്ങൾ 25%, എന്നാൽ മോഡേൺ ഇൻഡസ്ട്രികളായിട്ടുള്ള മോട്ടോറ്, ഡീസല്, എഞ്ചിന്, ബാറ്ററി, ട്രാൻസ്ഫോമറ്, റേഡിയോസ്, മറ്റ് മാനുഫാക്ചറിങ്, ഗുഡ്സ് ആൻഡ് സർവീസ്, ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ഒരു സെയിം പീരീഡിൽ 100% ആയിരുന്നു. ആൻഡ് ദെൻ പിന്നീട് എന്താ പറയുന്നത് നോക്കൂ. During this period, a number of institutions and agencies like the Industrial Finance Corporation and the State Finance Corporation were established in order to help the growth of industry. ഈ ഒരു കാലഘട്ടത്തിൽ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി രൂപീകൃതമായ 2 സ്ഥാപനങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. അപ്പോൾ ഈ ഒരു പീരിയഡുകളിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, ഡ്യൂറിങ് ദിസ് പീരിയഡ് എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രികളുടെ ഗ്രോത്ത് പറഞ്ഞ വളർച്ച. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രികളുടെ ഗ്രോത്തിന് വേണ്ടി രൂപീകൃതമായ പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷനും സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷനും. And then 1956 the new industrial policy resolution was published. 1956 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. 1956 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ രൂപീകൃതമാവുകയും അക്കോർഡിംഗ് ടു ദിസ് ഇൻഡസ്ട്രി were divided into 3 category. 1956 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രകാരം ഇൻഡസ്ട്രികളെ 3 കാറ്റഗറിയായി തരംതിരിച്ചു. ഫോർ ദ എക്സാമ്പിൾ ABC കാറ്റഗറി. ഇൻഡസ്ട്രികളെ 3 കാറ്റഗറികളാക്കി തരംതിരിച്ചു. ആ കാറ്റഗറിയെ അറിയപ്പെടുന്ന പേരാണ് ABC കാറ്റഗറി. അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇൻഡസ്ട്രികളുടെ വളർച്ച എന്ന് പറയുമ്പോൾ 1956 കൂടി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആരംഭിക്കുകയും പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രികളെ 3 കാറ്റഗറികളാക്കി തരംതിരിച്ചു. ആ കാറ്റഗറികളെ അറിയപ്പെടുന്ന പേരാണ് ABC കാറ്റഗറി. Under category A fall those industry which only the government can handle. ഈ എല്ലാ കാറ്റഗറിയെയും മൊത്തത്തിലുള്ള കൺട്രോളിങ് എന്ന് പറയുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് ആരെന്നെയായിരുന്നു? ഓൺലി ദ ഗവൺമെന്റ് ക്യാൻ ഹാൻഡിൽ. ഗവൺമെന്റിന് തന്നെയായിരുന്നു ഈ 3 കാറ്റഗറിയെയും ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം. അപ്പോൾ നമുക്കിനി 3 കാറ്റഗറികളിലും എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ 1956 ന്യൂ ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ വഴി 3 കാറ്റഗറികളായിട്ടാണ് ഇൻഡസ്ട്രികളെ തരംതിരിച്ചത്. ആ കാറ്റഗറികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ABC കാറ്റഗറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ 3 കാറ്റഗറിയെയും കൺട്രോൾ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് ആരെന്നെയാണ്? ഗവൺമെന്റ് തന്നെയാണ്. ഇനി നമ്മൾക്ക് ആ ABC കാറ്റഗറിയിൽ ഏല് വരുന്നത് ഏതാ നോക്കാം. സം ഓഫ് ദീസ് ആർ ദ ഓട്ടോമാറ്റിക് എനർജി, ഇലക്ട്രിക്കൽ, അയൺ ആൻഡ് സ്റ്റീൽ. ഓട്ടോമാറ്റിക് എനർജിയും ഇലക്ട്രിക്കലും അയൺ ആൻഡ് സ്റ്റീലും ഒക്കെ വരുന്നത് ഏതിലാണ്? എ കാറ്റഗറിയിൽ. അടുത്ത ABCത്തെ എ കാറ്റഗറിയിൽ വരുന്നതാണ് ഏതൊക്കെ? ഓട്ടോമാറ്റിക് എനർജിയും ഇലക്ട്രിക്കലും അയൺ ആൻഡ് സ്റ്റീലും ഒക്കെ ഏതിൽ വരുന്നതാണ്? എ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ബി കാറ്റഗറിയിൽ വരുന്നത് ഏതാ നോക്കൂ. കാറ്റഗറി ബി കംപ്രൈസ് ദോസ് ഇൻഡസ്ട്രി വിച്ച് ആർ ഇൻ പ്രൈവറ്റ് ഹാൻഡ്സ് ബട്ട് മേ ബി പ്രോഗ്രസീവ്ലി ടേക്കൺ ഓവർ ബൈ ദ സ്റ്റേറ്റ് ലൈക്ക് റോഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ, മെഷീൻ ടൂൾ. അതേപോലെ തന്നെ ബി കാറ്റഗറിയിൽ വരുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? റോഡ്, സീ ട്രാൻസ്പോർട്ടേഷൻ, മെഷീൻ ടൂള് തുടങ്ങിയൊക്കെയാണ് പ്രൈവറ്റിൻ്റെയും പബ്ലിക്കിൻ്റെയും കൈകളിലൂടെ വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ? റോഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ, മെഷീൻ ടൂള്, അതൊക്കെയാണ് ബി കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ കാറ്റഗറി ബി സ്വകാര്യ കൈകളിലും ക്രമേണ സംസ്ഥാനവും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള റോഡ്, കടൽ ഗതാഗതം, യന്ത്ര ഉപകരണങ്ങൾ, അതേപോലെ തന്നെ പിന്നെ
മറ്റേ ഇൻഡസ്ട്രി, പ്രൈവറ്റ് ഇൻഡസ്ട്രികളെ അതൊക്കെ ഉൾപ്പെടാം. പ്രൈവറ്റ് ഇൻഡസ്ട്രികളായിട്ടുള്ള അലുമിനിയം, കെമിക്കൽ ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസേഴ്സ്, ഫെറോ ആൾവേസ് ആൻഡ് സർട്ടൻ ടൈപ്പ് ഓഫ് മൈനിങ്. അപ്പോൾ ബി കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണ് അവിടെ പറയുന്നത്? അതായത് റോഡ്, കടൽ ഗതാഗതം, യന്ത്രോപകരണങ്ങൾ, അലുമിനിയം, പ്ലാസ്റ്റിക്കുകള്, വളങ്ങള്, രാസവസ്തുക്കള്, ഫെറോ അലോയ്കള്, ചിലതരം ഖനനങ്ങളെ തുടങ്ങിയൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരിക? ബി കാറ്റഗറിയിലാണ് വരുന്നത്. അതാണ് ABC മോഡൽ. ഇനി സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ കാറ്റഗറി സി ദ റിമൈനിങ് ഇൻഡസ്ട്രി ഫ്രം വിച്ച് ആർ ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ സച്ച് ആസ് അഗ്രികൾച്ചർ, ഹോട്ടൽ, എന്റർടൈൻമെന്റ്. അതായത് കൃഷി, ഹോട്ടൽ, വിനോദം തുടങ്ങിയ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്ത വ്യവസായങ്ങളാണ് സി കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ കുട്ടികളെ ABC മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? ABC മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? 1956 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രകാരം ഇൻഡസ്ട്രികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇൻഡസ്ട്രികളെ 3 കാറ്റഗറികളായി തരംതിരിച്ചു. അതാണ് ABC മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഏല് വരുന്നത് ഏതൊക്കെയാണ്? എ കാറ്റഗറിയിൽ വരുന്നത് ഓട്ടോമാറ്റിക് എനർജിയും ഇലക്ട്രിക്കലും അയൺ ആൻഡ് സ്റ്റീലുമാണ്. എന്നാൽ ബി കാറ്റഗറിയിൽ വരുന്നതാണ് ഏതൊക്കെ? ആദ്യം പ്രൈവറ്റിന്റെ കയ്യിലായിരുന്നു, അത് പിന്നെ സ്റ്റേറ്റ് ഏറ്റെടുക്കുകയും റോഡ്, സീ ട്രാൻസ്പോർട്ടേഷൻ, മെഷീൻ ടൂള്, അലുമിനിയം, കെമിക്കല്, പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസേഴ്സ്, ഫെറോ ആൻഡ് തുടങ്ങിയ മൈനിങ് ഇതൊക്കെ വരുന്നതാണ് ഏത്? ബി കാറ്റഗറി. ആൻഡ് സി കാറ്റഗറി പറഞ്ഞാൽ എന്താ? അണ്ടർ കാറ്റഗറി സി ദ റിമൈൻ ഇൻഡസ്ട്രി ഫ്രം വിച്ച് ആർ ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ. പൂർണ്ണമായും സ്വകാര്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ളതാണ് സി കാറ്റഗറി. അതിന് എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ, ഹോട്ടൽ, എന്റർടൈൻമെന്റ് തുടങ്ങിയൊക്കെ വരുന്നതാണ് സി കാറ്റഗറി. അപ്പൊ ഇതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇൻഡസ്ട്രി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഇൻഡസ്ട്രികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് നിങ്ങൾ ബോർഡിൽ നോക്കി എഴുതിയെടുക്കുക. അതേപോലെ ക്ലാസ് വീഡിയോസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കയറുമ്പോൾ അത് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ.